മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എൻ പ്രശാന്ത് IAS ഫയലിൽ അഭിപ്രായം എഴുതാൻ വിലക്കിക്കൊണ്ട് ഡോക്ടർ A ജയതിലക് ഒപ്പിട്ട കുറിപ്പ് പുറത്ത്. പ്രശാന്തിന് ഫയൽ സമർപ്പിക്കരുതെന്ന് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഡോക്ടർ ജയതിലക്. 2024 മാർച്ച് 7-നാണ് ജയതിലക് കുറിപ്പെഴുതിയത്. കുറിപ്പിനെതിരെ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും IAS തലപ്പത്തെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നും കൂടി മനസ്സിലാക്കുന്നത്. ജയതിലക് ഏത് രീതിയിലാണ് ഈ ഒരു കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രശാന്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്? പ്രശാന്തും ജയതിലകും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല, അതിനെ കുറെ കൂടി പഴക്കമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2024 മാർച്ച് 7-നാണ് ജയതിലക് കുറിപ്പിറക്കിയിരിക്കുന്നത്. അന്ന് SC/ST വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു പ്രശാന്ത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ജയതിലകും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഫയലുകളിൽ കുറിപ്പ് എഴുതാൻ പ്രശാന്തിനെ അനുവദിക്കേണ്ടതില്ല എന്ന് കാണിച്ച് കീഴുദ്യോഗസ്ഥർക്ക് ജയതിലക് എഴുതിയിട്ടുള്ള കുറിപ്പിന്റെ ജയതിലക് നൽകിയിട്ടുള്ള കത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ തലത്തിൽ തന്നെ ഫയലുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റൂട്ട് രീതിയുണ്ട്. ഏതൊക്കെ ആളുകളിൽ പോയി എങ്ങനെ അത് ഫയൽ നീക്കം എങ്ങനെയാണെന്ന് സംബന്ധിച്ച് റൂട്ടിംഗ് ഉണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ജയതിലകിന്റെ ഇത്തരത്തിലൊരു നീക്കം എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് കത്തെഴുതി. അതായത് തനിക്ക് ഫയൽ ഒപ്പിടുന്നതിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ജയതിലകിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു കത്ത് ജയതിലക് നൽകിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് അദ്ദേഹം നൽകുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തർക്കവും ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള SC/ST വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന ഒരു ആവശ്യവും അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ പ്രശാന്ത് വെച്ചുവെന്നാണ് സൂചന. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രശാന്തിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്.